ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 2 ലെയറായിട്ട് വരുന്ന ഒരു ക്യാരറ്റ് പോളയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടപ്പോൾ അതുപോലെ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ 2 മുട്ടയുടെ എഗ് വൈറ്റ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ 2 യോക്കും പിന്നെ 2 മുഴുവൻ മുട്ടയും വേറൊരു ബൗളിലും എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 3 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് പുഴുങ്ങി എടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതാവുന്ന ടൈം കൊണ്ട് നമുക്ക് ഈ വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 3-4 ഡ്രോപ്പ് വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഒഴിച്ച ബാറ്ററി ഏകദേശം ഒരു 1/4 ഭാഗത്തോളം കുക്കായി കഴിഞ്ഞാൽ അതിലേക്ക് ഈ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വൈറ്റ് എല്ലാ വശത്തേക്കും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഗ്യാപ്പില്ലാതെ ഒന്ന് ലെവലാക്കി എടുക്കണം. ഇനി ഇതിന് മുകളിൽ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ നടുഭാഗത്ത് അല്പം വൈറ്റ് കൂടുതലായതുകൊണ്ട് അവിടെ അല്പം പൊന്തിയിട്ടും സൈഡൊക്കെ അല്പം ചുരുങ്ങിയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇത് വെന്തോന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2-3 തവണ കത്തി വെച്ച് കുത്തി നോക്കിയത് കൊണ്ടാണ് ഇതേപോലെ ഹോൾസൊക്കെ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ക്യാരറ്റ് പോളിൻ്റെ ടേസ്റ്റ് തന്നെയാണ് താഴെയുള്ള ബേസ് വരുന്നത്. വൈറ്റിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഒന്നുമില്ല. സാധാരണ ഒരു സ്നോ പുഡിംഗ് ഒക്കെ കഴിക്കുന്ന പോലെ, വായിലിടുമ്പോൾ ഒരു സ്നോ പോലെ, പിന്നെ കാണാനൊരു പുതുമ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.